3-4 തരം കറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മലയാളിയുണ്ടോ? ഞങ്ങളും 3 നേരം ചോറ് കഴിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ അതങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ചും കുടുംബത്തിൽ പലർക്കും ഡയബറ്റിസ് ഉള്ള കാരണം കൊണ്ട് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. 3 നേരം എന്നുള്ളത് 1 നേരമാക്കി മാറ്റി മറ്റു പല ഓപ്ഷൻസിലേക്കും കടന്നു. ചോറ് കഴിച്ചാൽ മാത്രമേ വയറ് നിറയുന്നുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. അതങ്ങ് മാറ്റിയാൽ മതി. പല ഓപ്ഷൻസും ചോറിന് പകരം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ ലഞ്ചിന് ഞങ്ങൾ കഴിച്ചത് ഈ ഒരു സാലഡും എയർ ഫ്രൈ ചെയ്ത ഫിഷുമാണ്. അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ വേഗത്തിൽ പറയാം. ഇത് സീ ബ്രെയിം എന്ന് പറഞ്ഞൊരു ഫിഷാണ് കേട്ടോ. അവനെ നന്നായിട്ട് അങ്ങ് കഴുകി വെടുപ്പാക്കി വരഞ്ഞ് ഇത്തിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും ഉപ്പും നാരങ്ങനീരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് എയർ ഫ്രയറിൽ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ തിരിച്ചു മറച്ചിട്ട് കഴിഞ്ഞാൽ അവൻ്റെ അടിപൊളിയായിട്ട് കിട്ടും. സാലഡ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് എടുക്കാം. ഞാൻ എന്തായാലും സബോളയും ക്യാപ്സിക്കും ആപ്പിളും ഒഴിവാക്കാറില്ല. ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇനി ഒരു ഡ്രസ്സിങ് കൂടെ റെഡിയാക്കാം. ഈ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ടും അതിൻ്റെ കൂടെ ഞങ്ങൾക്കിവിടെ കിട്ടുന്ന പുളിയില്ലാത്ത ഗ്രീക്ക് സ്റ്റൈൽ യോഗട്ട്, നല്ല കട്ടിയുള്ള യോഗട്ട്, അതും മസ്റ്റാർഡ് പേസ്റ്റ്, ഇത് ഇംഗ്ലീഷ് മസ്റ്റാർഡ് പേസ്റ്റ് ആണ് കേട്ടോ. ഇത് മൂന്നും കൂടെ മിക്സിയിൽ അങ്ങ് അരച്ചെടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ ഒരു പേസ്റ്റ് കിട്ടും. അത് നമ്മുടെ സാലഡിലേക്ക് ആഡ് ചെയ്തിട്ട് അല്പം ഉപ്പും ആഡ് ചെയ്യാം. പിന്നെ ആവശ്യമാണെങ്കിൽ അല്പം കൂടെ നാരങ്ങനീരോ കുരുമുളക് പൊടിയോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് കിട്ടും. അങ്ങനെ ചോറിന് പകരം കഴിക്കാവുന്ന മറ്റു ഓപ്ഷൻസൊക്കെ ആയിട്ട് നമുക്ക് തുടർന്നും കാണാം.